നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഞാൻ ദാൽ ഫ്രൈ ആണ്, ഹോട്ടലിൽ കിട്ടുന്ന ദാൽ ഫ്രൈ. അതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എടുക്കുന്ന 250 ഗ്രാം ദാൽ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടത് ഒരു അര ടീസ്പൂണ് ജീരകപ്പൊടി, അര ടീസ്പൂൺ ഹോൾ ജീര, പിന്നെ 3-4 ഉണക്കമുളക്, പിന്നെ വന്നിട്ട് ശകലം മല്ലിപ്പൊടി, ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും, പിന്നെ ചില്ലി പൗഡറും. പിന്നെ വന്നിട്ട് നമ്മളെടുത്തിങ്ങനെ 1.5 സവോള, എനിക്ക് 100-150 ഗ്രാം സവോള വന്നിട്ട് ചോപ്പ് ചെയ്ത് വെക്കുക. പിന്നെ വന്നിട്ട് നമ്മുടെ ഇതിനുള്ള 250 ഗ്രാം നമ്മൾ ദാല് ബോയിൽ ചെയ്ത് വെക്കുക, കുക്കറിലിട്ട് ബോയിൽ ചെയ്ത് നമ്മൾ വെക്കുക. അപ്പോൾ ഈ ദാല് സാമ്പാറിന് എടുക്കാം. ഇത് നമ്മൾ എടുത്തിരിക്കുന്ന മുങ്ദാലാണ്, ചെറുപയർ പരിപ്പ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 1.5 തക്കാളി ചോപ്പ് ചെയ്തെടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ മല്ലിയില, കുറച്ച് ശകല മല്ലിയില, ഒരു പിടി മല്ലിയില, ഇങ്ങനെ ഒരു കയ്യിൽ ശകല, ഒരു പിടിയുടെ പകുതി പിടി മതി മല്ലിയില ചോപ്പ് ചെയ്യുക. പിന്നെ ഒരു 3-4 പച്ചമുളക് കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് കീറിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് കുറച്ച് ഒരു ഹാഫ് ടീസ്പൂണിൻ്റെ അളവിൽ ജിഞ്ചറും, പിന്നെ 2 ടീസ്പൂൺ അളവിൽ ഗാർലിക്, വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ട് ചെറിയ കഷ്ണം ചോപ്പ് ചെയ്ത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാമിൽ നമ്മുടെ റിഫൈൻഡ് ഓയിൽ. അപ്പം ഈ 100 ഗ്രാം റിഫൈൻഡ് ഓയിലാണ് നമ്മൾ ജീരകം ഇടാൻ പോണത്. ജീരകം ഇടുക, ഹോൾ ജീരകം ഇടുക, നല്ലോണം പൊട്ടും. പിന്നെ എന്നിട്ട് നമ്മൾ അതിന് ശേഷം നല്ല ഇതായതിനു ശേഷം നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് അതും ആ എണ്ണയിലിട്ട് നല്ല ഇതാവണം. എണ്ണ കുറയ്ക്കാൻ പാടില്ല. അപ്പോൾ എണ്ണയിൽ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നല്ല നമ്മുടെ ആ ഒരു എണ്ണ ശകലം കൂടുതലുണ്ട് നന്നായിരിക്കും. മറ്റേ സോട്ട് ചെയ്യാൻ പാടാ, അങ്ങനെ ഓണിയൻ നല്ലോണം ഗാർലിക്ക് നല്ലോണം ഇതാവില്ല, സോട്ടാവില്ല. അപ്പം അത്രയും എണ്ണയിൽ നമ്മൾ സോട്ട് ചെയ്യുക. അപ്പം കുറച്ച് ലിറ്റിൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഓണിയൻ അങ്ങിടുക. അപ്പം ഇതിന് ഗാർലിക് ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഓണിയനാണ് ഉണ്ടല്ല, ഓണിയൻ നമ്മളിട്ട് അതിന് ഒരു 10 മിനിറ്റോളം നല്ല ഗോൾഡൻ ബ്രൗൺ, കരിയാൻ പാടില്ല, ബ്രൗൺ കളറിൽ ശകലം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ, യെല്ലോ കളറിൽ പോലെ ആയി വരുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, തക്കാളി അങ്ങ് ഇട്ട് കൊടുക്കുക. തക്കാളി ചോപ്പ് ചെയ്ത തക്കാളി അത് ഇട്ടിട്ട് അതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, എണ്ണയിൽ കിടന്നാണ് അത് കുക്കായത്. എണ്ണ കുറച്ച് വേണം നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് പറഞ്ഞു തന്നല്ലോ ഹോട്ടലൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ ഉണ്ടല്ലോ മസാലാസ്, ജീരകം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ. അപ്പം അത്ര ഇടുക. അത്ര ഇട്ടതിന് ശേഷം അതിനെ ഒന്ന് പച്ചമണം മാറി വരുന്നതിനളവിന് നമ്മൾ സോട്ട് ചെയ്യുക. അപ്പോൾ കൂടുതൽ സോട്ടാക്കി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. പിന്നെ തക്കാളി ഉള്ളതാണ് പെട്ടെന്ന് കരിയില്ല. പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ദാലുണ്ടല്ലോ, ആ ദാല് നമ്മൾ എടുത്തിട്ട് അതും ഒന്ന് സോട്ട് ചെയ്യുക. ഒരു 2 മിനിറ്റോളം ഇങ്ങനെ നല്ല ഫയറിൽ, നമ്മൾ നല്ല ഫയറാണ് വെച്ചിരിക്കുന്നത്, നല്ല സോട്ട് ചെയ്യുക. ഫയർ കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും. കുറച്ച് റോസ്റ്റ് വരും പോലെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുക, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അപ്പം നിങ്ങൾക്ക് തിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ, തിക്ക് കുറച്ചുകൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ഒഴിക്കുക, ഉപ്പ് ഇടുക, മസാല ഇടുക. അപ്പം ഈ തിക്ക് അളവുള്ളതിനാണ്. അപ്പോൾ തിക്ക് ആവശ്യത്തിനുള്ള തിക്കിനുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെസിപ്പിയിനാണെന്നുള്ള തിക്കിന് വെള്ളം ഒഴിക്കുക. അപ്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളച്ച് നല്ല ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് തിളയ്ക്കാൻ വിടുക. ദാലൊക്കെ ഉടഞ്ഞു വരുമ്പോഴത്തേക്കും ലാസ്റ്റ് ഫൈനലി നമ്മൾ ചെയ്യേണ്ടത് ഇഞ്ചി മുകളിലിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മല്ലിയില ഉണ്ടല്ലോ, മല്ലിയില ലാസ്റ്റ് ഫൈനലിൽ ഇടുക. അപ്പോൾ വീണ്ടും ഒരു 2 മിനിറ്റോളം തിളച്ച് അങ്ങനെ റെഡിയാക്കി പിന്നെ ഓഫ് ചെയ്ത് പരുവ ആ സമയത്താകുമ്പോഴത്തേക്കും ആവശ്യമുള്ളവർക്ക് നെയ്യിടാം. നമ്മൾ ഹോട്ടലിലൊക്കെ നെയ്യിടും, നെയ്യ് അല്ലെങ്കിൽ ബട്ടർ. അപ്പോൾ നെയ്യിടതാണ്. അപ്പോൾ ഹെൽത്തി ആയിട്ട്, ഇപ്പം നെയ്യൊന്നും കഴിക്കാത്ത ആൾക്കാണെന്നും നെയ്യിടേണ്ട ആവശ്യമില്ല. അത്രയും നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും ദാല്. അപ്പോൾ ദാൽ എന്തായാലും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഈ ദാല് നമുക്ക് ചപ്പാത്തിയിലൂടെയും കഴിക്കാം, പൊറോട്ടയുടെ കഴിക്കാം, പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാം. സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ വളരെ ഹെൽത്തിയും കൂടിയാണ്. അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്പോൾ ദാൽ ഉണ്ടാക്കി നോക്കുക, അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.